Hello friends, welcome to my YouTube channel Common Kitchen Tips. നമുക്ക് ഒരു കോക്കനട്ട് പുഡിംഗ് ചെയ്താലോ? ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ക്രിസ്മസ് ആയിട്ട്. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നു? ഇന്നൊരു പുണ്യദിനമാണല്ലോ. ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ലോകമെമ്പാടും ക്രിസ്മസ് ഡിസംബർ 25-നാണല്ലോ ആഘോഷിക്കുന്നത്. നമ്മളും ജാതിഭേദമന്യേ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കേക്കും വൈനും പുഡിങ്ങും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മളിവിടെ ഒരു ഇളനീർ കോക്കനട്ട് പുഡിങ്ങാണ് ചെയ്യുന്നത്. ഇന്നത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറി പ്രോഡക്റ്റും ചേർക്കുന്നില്ല. നമുക്കങ്ങനെ ടെൻഡർ കോക്കനട്ട് പുഡിങ് തയ്യാറാക്കാം. ഒരു 2 കപ്പോളം ഇളനീർ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. നമുക്കിനിയും അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നില്ല. അരിപ്പൊടിയിൽ കുറച്ച് പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ വേണ്ടുന്നത് മധുരത്തിന് നമ്മൾ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത്. ഫ്ലേവറിന് വാനില എസൻസുമാണ് ചേർക്കുന്നത്. നമുക്ക് ഒരു 4 സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ ലൈറ്റാക്കി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം. നമുക്ക് പാനിലോട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കാം. നല്ല കട്ടിയുള്ള 4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ അരിപ്പൊടി കലക്കിയ പാലിൽ, അതും തേങ്ങാപ്പാൽ തന്നെയാണ് കലക്കിയെടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കട്ട കെട്ടാതെ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കുറച്ചൊന്ന് കഴിയുമ്പോൾ നമ്മുടെ കരിക്ക് പേസ്റ്റാക്കി വെച്ചതും കൂടെ ചേർക്കാം. പിന്നെ പഞ്ചസാരയും ചേർക്കാം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലപോലെ ഇളക്കി നല്ലപോലെ എല്ലാം കട്ടയൊന്നും ഇല്ലാതെ വന്നതിന് ശേഷം നമ്മുടെ കരിക്കും ചേർക്കാം. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളത് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് നല്ല കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കി എടുക്കണം. നല്ലപോലെ ഇളക്കി ചൂടായി വരുമ്പം തന്നെ നമുക്ക് പഞ്ചസാരയും ചേർക്കാം. കൈവിടാതെ നമ്മൾ പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കാം. നമ്മുടെ ഇവിടെ മിൽക്ക് മെയ്ഡും ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് മിൽക്ക് മെയ്ഡും പാലിനും വേറെ പാലുൽപ്പന്നം ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് പല കുട്ടികൾക്കും ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, പാൽ ഉൽപ്പന്നവും അലർജി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു പുഡിംഗ് തന്നെയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കണം. പുഡിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർക്കാതെ നല്ലപോലെ ഈ പുഡിംഗ് വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നമുക്കങ്ങനെ അലർജികളൊക്കെ ഉള്ള കുട്ടികൾക്ക് നമുക്കിത് ഇങ്ങനെയും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നല്ലപോലെ ഒന്ന് പഞ്ചസാരയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. കുറുകി ഒന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് വരണം. നല്ലപോലെ തിളച്ച് നല്ല ടൈറ്റാകാൻ തുടങ്ങുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ഇങ്ങനെ കുമ്പളയൊക്കെ വന്ന് ഒന്ന് ടൈറ്റാകാൻ തുടങ്ങുമ്പോൾ നമുക്കിത് റെഡിയായി വരുന്നുണ്ടെന്നാണ്. കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് വരണം. നമുക്കിനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ഫ്ലേവറിനുള്ള വാനില എസൻസും ചേർക്കാം. നമുക്കിനി പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. നമുക്കിത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ കുറച്ച് കാഷ്നട്ടും റെഡ് ചെറിയുമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ചൊന്ന് റൂം ടെമ്പറേച്ചർ ആകുമ്പോൾ നമുക്കൊന്ന് ഫ്രീസറിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ താഴെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഫ്രീസറിൽ വയ്ക്കാം. ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാവും. അപ്പം നമുക്ക് ഇത് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ഈസിയുമാണ്.
നമുക്ക് അലർജി അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയും നമുക്ക് പുഡിംഗ് ചെയ്ത് കൊടുക്കാം. ഗ്ലൂട്ടൻ അലർജിയും പാലിൻ്റെ അലർജിയും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് നല്ലപോലെ ഇഷ്ടപ്പെടും. അവർക്ക് കഴിക്കുകയും ചെയ്യാം. യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. നമുക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പുഡിംഗ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.